الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വാസികളെ സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. അവൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും ഈമാനോടുകൂടി മരണത്തെ സ്വീകരിക്കുവാനും നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ അല്ലാഹു അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായി മനുഷ്യർക്കിടയിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുകയും അവരെ ദൂതന്മാരായി വ്യത്യസ്ത കാലങ്ങളിൽ ഓരോ സമൂഹങ്ങളിലേക്കും നിയോഗിക്കുകയും ചെയ്തു. അതിൽ അവസാനത്തെ കണ്ണിയായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബിയ്യീൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മദീനയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറവു ചെയ്ത ആ ഹുജറത്തിന് മുമ്പിൽ, ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യമാരുടെ വീടുകൾ നിന്നിരുന്ന സ്ഥലമാണ്, മുറികൾ. ഖുർആനിലെ 49-ാമത്തെ ആ അധ്യായത്തിന്റെ പേര് സൂറ ഹുജറാത്ത് എന്നാണ്. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറിയിൽ, അവിടെയാണ് പ്രവാചകന്റെ ഖബറുള്ളത്, ആ വീട്ടിലാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറ അഹ്സാബിൽ പറഞ്ഞ ഒരു വചനവും 40-ാമത്തെ ആയത്ത്, അതേപോലെ തന്നെ ഹുജറാത്തിലെ തന്നെ 3-ാമത്തെ ആയത്തും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരാണ് പ്രവാചകൻ? ആ പ്രവാചകനെ വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും ചരിത്രവും എങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് എന്നും, നമ്മൾ എപ്രകാരമാണ് ആ റസൂലുള്ളയെ നിത്യജീവിതത്തിൽ സ്വാംശീകരിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടത് എന്നതുമൊക്കെ ഖുർആനും സുന്നത്തും ചരിത്രവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ അഹ്സാബിൽ ആയത്ത് മാ കാന മുഹമ്മദൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമുൻ നബിയ്യീൻ വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമാ എന്ന് പറയുന്ന ആയത്താണ് അവിടെ ഉല്ലേഖനം ചെയ്തു വെച്ചിരിക്കുന്ന ഒരായത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല. അദ്ദേഹം അല്ലാഹുവിന്റെ ദൂതനും ഖാതമുൻ നബിയ്യീൻ അന്തിമ പ്രവാചകനുമാകുന്നു. അല്ലാഹു എല്ലാ കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു. വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്തിന്റെ ഒരു പശ്ചാത്തലം, മുഹമ്മദ് നബിക്ക് ആൺമക്കള് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മകനുണ്ടായി, ചെറുപ്പത്തിൽ മരിച്ചു. സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുപുത്രനായി, വിശുദ്ധ ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട സ്വഹാബിയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു.
പോറ്റി വളർത്തുന്ന മക്കളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ശരീഅത്തിലുള്ള കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ വിശദീകരിക്കുന്ന ഭാഗം കൂടിയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു സൈനബ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുകയും പിന്നീട് ആ ബന്ധം കൃത്യമായി മുന്നോട്ടു പോകാതെ രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ വേർപിരിയുകയും സൈനബ റളിയല്ലാഹു അൻഹു പിന്നീട് പ്രവാചകന്റെ പത്നിയായി വരികയും ചെയ്തപ്പോൾ മുഹമ്മദ് നബി സ്വന്തം മകനെ കൊണ്ട് തലാഖ് ചൊല്ലിച്ച് മകന്റെ ഭാര്യയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം വിമർശകർ ഉന്നയിക്കാറുള്ള ഒരു വിഷയമാണിത്. സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളും ദത്തുപുത്രന്മാരും ഒരേപോലെയല്ല എന്നും നേർക്കുനേരെ മക്കളുമായുള്ള അതേ ഇടപാടുകളും ബന്ധങ്ങളുമല്ല അവരുമായി ഉള്ളത് എന്നും ഇസ്ലാമിന്റെ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ആ വിഷയത്തെ പരാമർശിച്ചുകൊണ്ടാണ് മാകാന മുഹമ്മദൻ അബാ അഹദിൻ മിർ റിജാലിക്കും എന്ന ആയത്ത്. അല്ലാതെ മുഹമ്മദ് നബിക്ക് ആൺകുട്ടികൾ ജനിച്ചിട്ടില്ല എന്ന അർത്ഥത്തിലല്ല. അപ്പൊ ഇബ്രാഹിം ജനിച്ചു, മരിച്ചു, അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഖാത്തമുൻ നബിയീൻ എന്നും ഖാത്തിമുൻ നബിയീൻ എന്നും വിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് പാരായണം ചെയ്യപ്പെടാറുണ്ട്. രണ്ടും ശരിയാണ്. രണ്ടു പറഞ്ഞാലും നബിമാരിൽ അവസാനത്തെ പ്രവാചകൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഖത്തം എന്ന് പറഞ്ഞാൽ, ഖത്തമ എന്ന് പറഞ്ഞാൽ മുദ്ര വെക്കുക, സീല് വെക്കുക എന്നാണ് അർത്ഥം. നമ്മളൊരു സാധനം പാക്ക് ചെയ്ത് സീല് വെച്ചാൽ പിന്നെ അതിനൊന്നും എടുക്കാനും പറ്റൂല, അതിലേക്കൊന്നും വെക്കാനും കഴിയില്ല. പ്രവാചകത്വ പരമ്പരയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖാത്തമുൻ നബിയീൻ, നബിമാരുടെ ആ പരമ്പരക്ക് സീല് വെച്ചു. ലാ നബിയ്യ ബഅദി വലാ ഉമ്മത ബഅദകും എന്ന് റസൂലുള്ളാഹി പറഞ്ഞതാണ്. എനിക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ വരാനില്ല, നിങ്ങൾക്ക് ശേഷം ഒരു ഉമ്മത്തും വരാനില്ല. അവസാനത്തെ ഉമ്മത്ത് നമ്മളാണ്. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതിന് വിഘാതമായി ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിലും പ്രത്യേകിച്ച് ഇന്ത്യയിലും നിലനിൽക്കുന്ന ഖാദിയാനികൾ ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അവര് ഖാത്തമുൻ നബിയീൻ എന്ന വാക്കിന് നബിമാരുടെ മുദ്ര എന്നാണ് അർത്ഥം കൊടുക്കുക. നബിമാരുടെ മുദ്ര എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം തെളിയിക്കുന്ന ഒരു മുദ്ര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമലിലും അതുണ്ടായിരുന്നു. പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നുകൊണ്ട് ഇത് പ്രവാചകനാകുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ ചുറ്റും ഇങ്ങനെ നടക്കുന്ന സംഭവം വിശദീകരിക്കുന്നിടത്ത് കാണാം പ്രവാചകന്റെ ആ നുബൂവത്തിന്റെ മുദ്ര. ആ അർത്ഥം പറഞ്ഞുകൊണ്ടാണ് ഖാദിയാനികൾ പലപ്പോഴും പ്രവാചക പരമ്പരയുടെ മുദ്രയല്ല ഇത് പ്രവാചകന്മാരുടെ അടയാളമാകുന്ന മുദ്രയാകുന്നു, അതുകൊണ്ട് മിർസാ ഗുലാം അഹമ്മദുൽ ഖാദിയാനിയെ പ്രവാചകനായി അംഗീകരിക്കുന്ന ആളുകൾ ഈ ആയത്തിനെ അപ്രകാരം ദുർവ്യാഖ്യാനിച്ചു പറയാറുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത? എങ്ങനെയാണ് റസൂലുള്ളാഹിയെ നമ്മൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യേണ്ടത്? വമാ യൻതിഖു അനിൽ ഹവാ. ആ റസൂലുള്ളാഹ് ഒരു കാര്യവും സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നവനല്ല. മതത്തിന്റെ കാര്യത്തിൽ, ഭൗതികമായ കാര്യങ്ങളിലല്ല. ഇപ്പൊ റോഡുണ്ടാക്കുന്ന കാര്യം, വീടുണ്ടാക്കുന്ന കാര്യം, നാട്ടിൽ നടക്കുന്ന പൊതുവായ പ്രശ്നങ്ങളിലെ കാര്യം, അത് ഭൗതികമായി മനുഷ്യർക്കിടയിലെ കാര്യങ്ങൾ. അതിൽ പ്രവാചകൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നേതാവ് എന്നുള്ള നിലയിൽ, ഇമാമ് എന്ന നിലയിൽ, ഭരണാധികാരി എന്ന നിലയിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ അഭിപ്രായം പറയുന്നു. എന്നാൽ മതപരമായ കാര്യങ്ങളിൽ, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, അതിന്റെ നിയമങ്ങളിൽ, നിർദ്ദേശങ്ങളിൽ വഹി പ്രകാരം മാത്രമാണ് റസൂലുള്ളാഹി സംസാരിക്കുക. ഇപ്പൊ നബി ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കേട്ട് മാറ്റിവെക്കാനുള്ളതല്ല എന്നർത്ഥം. നമുക്ക് സ്വീകരിക്കാനുള്ളതാണ്. അത് അള്ളാഹുവിന്റെ വഹിയാണ്. അതാണ് ഹദീസുകളുടെ സിഹത്തുമായി ബന്ധപ്പെട്ട് സഹീഹായ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, നിർദ്ദേശിച്ചതാണ്, മൗനാനുവാദം നൽകിയതാണ്, അവിടുത്തെ അംഗീകാരമുള്ളതാണ്. അത്
ഉസൂലുൽ ഹദീസ് പ്രകാരം, ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം കൃത്യമായി തെളിഞ്ഞാൽ അത് മറുചോദ്യമില്ലാതെ സ്വീകരിക്കുക എന്നത് പ്രവാചകനോട് കാണിക്കേണ്ട മിനിമം ബാധ്യതയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒന്നാമത്തെ ബാധ്യതയാണ്. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ സംസാരിച്ചവരാണ്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനോട് പറയുന്ന ഒരു കാര്യം സൂറ അറാഫിലെ 105-ാമത്തെ ആയത്തിൽ ഹഖീഖുൻ അലാ അൻ അഖൂല അലല്ലാഹി ഇല്ലൽ ഹഖ് ഖദ് ജിഅ്തുകും ബയ്യിനത്തും മിർ റബ്ബിക്കും ഫഅർസിൽ മഅയ ബനി ഇസ്രായീൽ എന്ന് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനോട് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ സത്യമല്ലാതെ പറയാതിരിക്കാൻ കടപ്പെട്ടവനാണ് ഞാൻ. പ്രവാചകന്മാരൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പടച്ച തമ്പുരാന്റെ നിർദ്ദേശപ്രകാരമുള്ള സംസാരം, അതിന്റെ ഒരു വഖാറത്ത്, ഗൗരവം, അതിന്റെ ഒരു കൃത്യത, അതിന്റെ ഒരു ഗാംഭീര്യം, ആ ഉപദേശത്തിന്റെ ഒരു പ്രാധാന്യം അപ്രകാരം തന്നെ നമ്മൾ ഉൾക്കൊള്ളണമെന്നാണ് ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെ വിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിലെ 79-ാമത്തെ ആയത്തില് സ്വന്തം കാര്യങ്ങൾ എഴുതിയുണ്ടാക്കി ഇത് ലോകരക്ഷിതാവിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് പറയുന്ന പൗരോഹിത്യത്തെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വേദക്കാർക്കിടയിലുള്ള പണ്ഡിതന്മാരും പുരോഹിതന്മാരും അങ്ങനെ പറഞ്ഞിരുന്നു. ചില നിയമങ്ങളൊക്കെ പാസ്സാക്കും, ചിലതൊക്കെ എഴുതിണ്ടാക്കിയിട്ട് പറയും ഇത് റബ്ബിൽ നിന്നുള്ളതാകുന്നു, ഇത് ലോകസൃഷ്ടാവിന്റെ വാക്കുകളാകുന്നു. അതിനെ ഖുർആൻ വിമർശിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കിയതാണ് ഖുർആൻ. പ്രവാചകൻ പറയുന്നതൊക്കെ ഇങ്ങനെ സ്വന്തഷ്ടപ്രകാരം പറയുകയാണ് എന്നാണെങ്കിൽ ഈ ആയത്ത് ഖുർആനിൽ ഉണ്ടാവില്ല. എന്താണ് ആയത്ത്? ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്. സ്വന്തം കൈകൊണ്ട് വേദഗ്രന്ഥം എഴുതിയുണ്ടാക്കുന്ന ആളുകൾക്ക് നാശം. ഖുർആൻ ദൈവികമാണ് എന്നതിന് തെളിവാണ് ഈ ആയത്ത്. സ്വന്തം കൈകൾ കൊണ്ട് ഇങ്ങനെ വചനങ്ങൾ എഴുതിയുണ്ടാക്കി അത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു, ലോകരക്ഷിതാവിൽ നിന്നുള്ളതാകുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് ഫവൈലുൻ, അവർക്ക് നാശം എന്നാണ്. പിന്നീട് അവർ പറയും ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. തുച്ഛമായ താൽക്കാലികമായ വില കുറഞ്ഞ നേട്ടങ്ങൾക്ക് വേണ്ടിയാകുന്നു അവരങ്ങനെ പറയുന്നത്. അവരുടെ കൈകൾ കൊണ്ട് അവർ എഴുതിയുണ്ടാക്കിയത് കൊണ്ട് അവർക്ക് നാശം. അതുകൊണ്ട് അവർ സമ്പാദിക്കുന്ന വകയിലും അവർക്ക് നാശം എന്ന് ഖുർആൻ പറയാം. അപ്പൊ റസൂലുള്ള പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പിന്തുടരാനുള്ള കൃത്യമായ കാര്യങ്ങളാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ച കാര്യങ്ങളാകുന്നു എന്ന് പറഞ്ഞിട്ട് സൂറ ഹാഖയിലെ ഈ വിഷയത്തിൽ ഖുർആൻ വളരെ കൃത്യമായി ശക്തമായ ഭാഷയിൽ പറയാണ്. പക്ഷം പറയാം, നമ്മുടെ പേരിൽ അദ്ദേഹം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ല വാക്കും കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് വാദമുണ്ടോ? അങ്ങനെയെങ്ങാനും പ്രവാചകൻ പറഞ്ഞാൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, അദ്ദേഹത്തെ നാം തന്റെ വലത് കൈ കൊണ്ട് പിടിക്കും. പ്രശ്നം പറയാം. തുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ചു കളയണം. നോക്കൂ നിങ്ങൾ, എത്ര ശക്തമായ ഭാഷയിലാ. റസൂലുള്ള എങ്ങാനും റസൂൽ അങ്ങനെ പറയുന്നതാണോ? അല്ല. റസൂലുള്ള അങ്ങനെ പറഞ്ഞു എന്ന് വാദിക്കുന്ന മനുഷ്യരെ അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ലഅഖദ്നാഹു മിൻഹു ബിൽ യമീൻ, ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, വലത് കൈ കൊണ്ട് പിടിച്ചിട്ട് തുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, ജീവനാടി ഖണ്ഡിച്ചു കളയും അദ്ദേഹത്തെ. അപ്പോൾ നിങ്ങളിൽ ആർക്കും അദ്ദേഹത്തെ ആ ശിക്ഷയിൽ നിന്നും തടയുവാൻ കഴിയില്ല. എത്ര കൃത്യമാണ്. അപ്പൊ ഒരു വാക്ക് പോലും മതപരമായി, ഒരു നിർദ്ദേശം പോലും മതപരമായി, ഒരു അംഗീകാരം പോലും, ഒരു മൗനാനുവാദം പോലും റസൂൽ നൽകിയിട്ടില്ല. എന്തല്ലാതെ? വഹി പ്രകാരമല്ലാതെ. അവിടുത്തെ ശത്രുക്കൾ പോലും നോക്കൂ നിങ്ങൾ. അപ്പോ ഖുർആൻ അതിന് ഒരുപാട് തെളിവുകൾ പറഞ്ഞു, ഹദീസിൽ നിന്ന് പറഞ്ഞു. ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് റോമാ ചക്രവർത്തി ഹിർക്കലുമായി നടത്തിയ സംഭാഷണമാണത്. മദീനയിൽ നിന്ന്
മക്കയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ആ സംഭവം വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിൽക്കാലത്ത് അബൂ സുഫിയാൻ പറയുന്ന ഒരു ചരിത്ര സംഭവമാണ്. ആ അസറിൽ ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ കുടുംബം എങ്ങനെയാണ് എന്ന് ഇസ്ലാമിന്റെ അക്കാലത്തെ ഏറ്റവും വലിയ ശത്രു, ആ ശത്രു പ്രവാചകനെ കുറിച്ച് പറയുന്ന മറുപടി അപ്പൊ പറയുന്ന അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായ തറവാട്ടുകാരനാണ്. അദ്ദേഹത്തിന് മുമ്പിൽ നിങ്ങൾക്കിടയിൽ ആരെങ്കിലും ഇങ്ങനെ പ്രവാചകത്വം വാദിച്ചിട്ടുണ്ടോ എന്ന് ചക്രവർത്തി ചോദിക്കുമ്പോൾ അബൂ സുഫിയാൻ പറയുന്നത് ഇല്ല എന്നാണ്. അങ്ങനെ ആരും വാദിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പൂർവ്വപിതാക്കളിൽ രാജാക്കന്മാർ ആരെങ്കിലും ഉണ്ടായിരുന്നുവോ? അബൂ സുഫിയാന്റെ മറുപടി ഇല്ല എന്നാണ്. ജനങ്ങളിൽ പ്രമാണിമാരാണോ അതോ ദുർബലരായ ആളുകളാണോ അദ്ദേഹത്തെ പിൻപറ്റുന്നത്? അബൂ സുഫിയാന്റെ മറുപടി ദുർബലരായ ആളുകൾ എന്നാണ്. അങ്ങനെ പിൻപറ്റുന്ന ആളുകൾ എണ്ണം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? അപ്പൊ അബൂ സുഫിയാന്റെ മറുപടി ആൾക്കാരുടെ എണ്ണം കൂടുകയാണെന്നാണ്. ഒന്നും മോശമാക്കി പറയുന്നില്ല. അടുത്ത ചോദ്യം, അദ്ദേഹത്തിന്റെ മതത്തിൽ പ്രവേശിച്ചതിന് ശേഷം അദ്ദേഹത്തോടുള്ള വെറുപ്പ് കാരണം, വിയോജിപ്പ് കാരണം ആരെങ്കിലും അതിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ? ആരും പുറത്തു പോകുന്നില്ല. അടുത്ത ചോദ്യം എന്താ പറയുക, ഈ മതകാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നതിന് മുമ്പ് അദ്ദേഹം വല്ല നുണയും പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ഒരു നുണയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം കദ്ദാബല്ല, സ്വാദിഖാണ്. പ്രവാചകന്റെ സത്യസന്ധത ശത്രു പോലും സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരാളുടെ സത്യസന്ധത ചരിത്രത്തിൽ പരിശോധിക്കാനുള്ള ചരിത്രത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം അയാൾ ജീവിച്ച കാലത്തെ ആളുകൾ അയാളെ കുറിച്ച് എന്ത് പറഞ്ഞുള്ളതാണ്. ഇന്ന് റസൂലുള്ളാഹിയെ വിമർശിക്കുന്ന ആളുകൾ, ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളൊക്കെ പ്രവാചകനെ കണ്ടവരോ പ്രവാചകനെ അറിഞ്ഞവരോ പ്രവാചകനെ വായിച്ചവരോ പ്രവാചകനെ കുറിച്ച് അഗാധമായി പഠിച്ചവരോ അല്ല. അതൊക്കെ ഇങ്ങനെ വളരെ പെരിഫറലായി എന്ന് പറഞ്ഞാൽ ഉപരിപ്ലവമായി പറയുന്ന വിമർശനങ്ങളാണ്. സമകാലികരുടെ അഭിപ്രായമാണ് ചരിത്രത്തിൽ ഒരാളെ സാക്ഷീകരിക്കുന്ന ഏറ്റവും വലിയ തെളിവ് എന്നത് ചരിത്ര നിദാന ശാസ്ത്രമാണ്. അബൂ സുഫിയാൻ പറയാം. അപ്പോ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞത് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹിയുടെ വാക്കുകളും പിൽക്കാലത്തെ ചരിത്രവും ചരിത്ര സംഭവങ്ങളും ഒക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ റസൂലുള്ളാഹ്, അത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നിങ്ങനെ പറയാനുള്ളതല്ല നടക്കുന്നത്. ആ റസൂലുള്ളാഹ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? കൃത്യതയുള്ള, വ്യക്തതയുള്ള, അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയ ആ പ്രവാചകൻ നിത്യജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാകണം. വാക്കിലുണ്ടായാൽ പോരാ. വിശ്വാസത്തിൽ മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. ഷഹാദത്ത് പൂർത്തിയാകണമെങ്കിൽ നിത്യജീവിതത്തിൽ ആ പ്രവാചകനെ പ്രയോഗവൽക്കരിക്കുവാൻ സാധിക്കണം. ഉദാഹരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വ്യക്തി ജീവിതമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കുടുംബ ജീവിതമുണ്ട്. റസൂലുള്ളാഹ് പഠിപ്പിച്ച വസ്ത്രധാരണ രീതിയുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ച ആരാധനാ രീതികളുണ്ട്, ഭക്ഷണ സംസ്കാരമുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ച അയൽപക്ക ബന്ധമുണ്ട്, സാമ്പത്തിക രംഗമുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ച ജോലിയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഏത് മേഖലയിലാ? എല്ലാ മേഖലയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞു? ഇപ്പൊ ഒരു ദിവസം 100 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തിഗ്ഫാർ നടത്തി. വല്ലാഹി ഇന്നി ല അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി ഫിൽ യൗമി അക്തർ മിൻ 100 മറ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ 70 മറ എന്നുണ്ട്. 100 പ്രാവശ്യം എന്നുണ്ട്, 70 പ്രാവശ്യത്തിൽ അധികം എന്നുണ്ട്. അതേപോലെ തന്നെ 70 തവണ എന്നുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നമ്മൾ എത്രമാത്രം ഇസ്തിഗ്ഫാർ നടത്തുന്നു? പലപ്പോഴും നമസ്കാരത്തിന് ശേഷമുള്ള ഒരു 15 ഉണ്ടാകും. അസ്തഗ്ഫിറുല്ലാഹ് 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 5 നേരം. ഒരു മനുഷ്യൻ തന്റെ പ്രഭാത കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടപ്പറയിലേക്ക് പോകുന്നത് വരെ, യാത്ര ചെയ്യുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, മലമൂത്ര വിസർജനത്തിന് അകത്ത് കടക്കുമ്പോഴും പുറത്ത് കടക്കുമ്പോഴും, ഇങ്ങനെ ഒരു സഹോദരനെ കാണുമ്പോൾ അതിനുള്ള പ്രത്യഭിവാദ്യം, സലാം ചെല്ലുന്ന കാര്യങ്ങൾ, മനുഷ്യരുമായുള്ള ഇടപെടലുകൾ,
അറിയാത്ത ഒരു സ്ഥലത്ത് പോകുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പ്രവാചകനെ മാതൃകയായി സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ പ്രവാചക സ്നേഹികളാവുക എന്ന് പറഞ്ഞത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ് എന്ന സൂറ ഹശ്റിലെ 7-ാമത്തെ ആയത്തിൽ ആ റസൂലുള്ള കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിക്കുക. ആ പ്രവാചകൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. നബി പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ അതെന്റെ മതമാണ്. പ്രവാചകന്റെ പേരിലുള്ള കള്ളപ്രചാരണങ്ങൾ നബി പറഞ്ഞു എന്ന് പറഞ്ഞ് കെട്ടുകഥകൾ ഉണ്ടാക്കി അങ്ങനെയാണോ ഞാൻ പല കാര്യങ്ങളും ആചരിക്കുന്നത്? എങ്കിൽ ഞാൻ പ്രവാചക സ്നേഹിയല്ല. സഹോദരങ്ങളെ, ഈ ഒരു രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന നമ്മുടെ പ്രഖ്യാപനത്തെ പ്രവർത്തനം കൊണ്ട് അർത്ഥപൂർണമാക്കിയ വിശ്വാസികളായി നമ്മൾ മാറുന്നത്. ഖുൽ, പ്രവാചകരെ അവരോട് പറയുക, ഖുർആൻ പറയാം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യുക, എന്നെ പിൻപറ്റുക. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ആചാരങ്ങളിലും രീതികളിലും കർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസത്തിലും എല്ലാം പ്രവാചകനെ പിൻപറ്റുക. യുഹിബ്ബുക്കുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, പാപങ്ങൾ അവൻ പുറത്തു തരും. അല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു കരുണാമയനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അപ്രകാരം കൃത്യതയുള്ള പ്രവാചക ജീവിതത്തെ കൃത്യമായി പിൻപറ്റുന്ന വിശ്വാസികളായി തീരുവാനും ആ വഴിയിലൂടെ ജീവിച്ചു മരിക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.